നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നസ്രിയയും ഫഹദും പിരിയുന്നു. ഫഹദ് ഒരു റെഡ് ഫ്ലാഗ് ആണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിട്ട് സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും എന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് പറഞ്ഞ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്തോഷം നൽകുന്ന പങ്കാളിയല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് റെഡ് ഫ്ലാഗ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ കെയർ, കൂടുതൽ കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പാർട്ട്ണർ എന്ന തരത്തിൽ അവരെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഗ്രീൻ ഫ്ലാഗ്. ഇത്തരത്തിൽ കാര്യങ്ങൾ ജൻസികളൊക്കെ വലിയ രീതിയിൽ ഗ്രീൻ ഫ്ലാഗിനെ കുറിച്ചും റെഡ് ഫ്ലാഗിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ക്യൂട്ട് നടിയായിട്ടുള്ള ആരാധകയായിട്ടുള്ള നസ്രിയയുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ശ്രദ്ധയിൽപ്പെടുന്നത്. താൻ ഒരു റെഡ് ഫ്ലാഗിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള കാര്യം. വിവാഹം കഴിഞ്ഞതിന് ശേഷം നസ്രിയ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പലപ്പോഴും മാറി നിൽക്കുന്നതായിട്ട്, ഇടവേളകൾ എടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫഹദ് ഒരു റെഡ് ഫ്ലാഗ് ആണോ എന്നുള്ള സംശയങ്ങൾ ചില ആരാധകർക്കുണ്ടായിരുന്നു. അത്തരം സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നസ്രിയ തൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇപ്പോൾ ഒരു റെഡ് ഫ്ലാഗിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അതോടുകൂടെ നസ്രിയയും ഫഹദും പിരിയാൻ പോകുന്നു, അവർക്കിടയിലുള്ള കല്ലുകടികൾ പുറത്തേക്ക് വരുന്നു എന്നുള്ള സംശയം ഉടലെടുത്തിരിക്കുകയാണ്. എന്തായാലും നടി നസ്രിയ നസീമിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പോൾ ചൂടേറിയിട്ടുള്ള ചർച്ച തന്നെ എന്നതിൽ യാതൊരു സംശയവുമില്ല. നസ്രിയ പങ്കുവെച്ച വരികളുടെ പൊരുൾ തേടുകയാണ് ആരാധകർ. രണ്ട് വരി, പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത്. റെഡ് ഫ്ലാഗുകൾക്ക് പിന്നാലെ പായുന്ന കാളകളുടെ അവസ്ഥയെ പറ്റിയാണ് നസ്രിയ കുറിച്ചിരിക്കുന്നത്. ബന്ധങ്ങളിലെ തകർച്ചയെയോ മോശം പ്രവണതകളെയോ സൂചിപ്പിക്കാൻ ഇന്റർനെറ്റ് ലോകം വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് റെഡ് ഫ്ലാഗ്. അതുകൊണ്ട് തന്നെ നസ്രിയയുടെ ഈ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ റെഡിറ്റ്, എക്സ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിച്ചു തുടങ്ങി. നസ്രിയയുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യവുമായിട്ട് ചില ആളുകൾ രംഗത്തെത്തുന്നു. താരം പങ്കുവെച്ച വരികളുടെ അർത്ഥപ്പൊരുൾ മറ്റൊന്നാണ് എന്ന് സിനിമാ ലോകത്തു നിന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ചുവപ്പ് കണ്ടാൽ പിന്നാലെ പായുന്ന കാളകൾക്ക് ഭ്രാന്താണെന്നാണ് താൻ വിചാരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇപ്പോൾ താനും അവിടെയാണ് നിൽക്കുന്നത് എന്നതുമായിരുന്നു നസ്രിയ കുറിച്ചത്. താൻ നേരിട്ട മുന്നറിയിപ്പുകൾ ചുവപ്പ്, അവഗണിച്ചതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ നേരിടുന്നു എന്ന് പരോക്ഷാർത്ഥമുള്ള ഒരു പ്രയോഗമാണ് ഇത് എന്നുള്ളതാണ് പലരും വീക്ഷിക്കുന്നത്. സ്പെയിനിലെ പ്രസിദ്ധമായിട്ടുള്ള കാളപ്പോരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നടി പങ്കുവച്ചിരിക്കുന്ന ഉദ്ധരണി എന്നും പറയുന്നുണ്ട്. ദേഷ്യത്തോടുള്ള പ്രതികരണം ഉളവാക്കുന്ന പ്രകോപനങ്ങളെ കാളയ്ക്ക് മുന്നിലെ ചുവപ്പ് തുണി എന്ന പ്രയോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട് എന്നതും ശ്രദ്ധേയം. ഫ്രാൻസ് ഗ്രൂപ്പുകളും സിനിമാ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വസ്തുത നസ്രിയയുടെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമായിരിക്കാം ഇത് എന്നുള്ളതാണ്. ടൊവിനോ തോമസിനൊപ്പം നസ്രിയ പ്രധാന വേഷത്തിലെത്തുന്ന എൽ ക്ലാസിലേക്കോ എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പോസ്റ്റ് എന്നുള്ള ഒരു അഭിപ്രായവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. സ്പെയിനിന്റെ പശ്ചാത്തലത്തിൽ ബുൾ ഫൈറ്റിനും ഫുട്ബോളിനും പ്രാധാന്യമുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരാൻ പോകുന്നതെന്നാണ് സൂചന. ഇതിലെ കാളയെയും ചുവന്ന കൊടിയെയും ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിനിമയ്ക്ക് മുന്നോടിയായി ഹൈപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി അണിയറ പ്രവർത്തകർ ഇത്തരത്തിലൊരു PR സ്റ്റണ്ട് ഉണ്ടാക്കിയത് എന്നാണ് ചില ആരാധകരുടെ വീക്ഷണം. അതേസമയം താരദമ്പതികളായ ഫഹദ് ഫാസിലും നസ്രിയയും തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായി തുടങ്ങിയോ എന്ന തരത്തിലുള്ള ചർച്ചകൾ മറുവശത്തും സജീവമാണ്. എന്നാൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആരാധകർ. മലയാള സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാ ദമ്പതികളിൽ ഒന്നാണ് നസ്രിയയും ഫഹദും. ഇരുവരും സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും ഫഹദിനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ നസ്രിയ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് എന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നു. ബേസിൽ ജോസഫിനൊപ്പം അഭിനയിച്ച സൂക്ഷ്മദർശിനിയുടെ വൻ വിജയത്തിന് ശേഷം നസ്രിയയുടേതായിട്ട് പുറത്തിറങ്ങിയിരുന്ന ചിത്രങ്ങൾക്കായി വലിയ കാത്തിരിപ്പാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ നടത്തുന്നത്. സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നസ്രിയയുടെ അടുത്ത റിലീസ് ചെയ്യാനുള്ള പടം. അതേസമയം പൊതുവേദികളിൽ നിന്നുള്ള അസാന്നിധ്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ
നസ്രിയ ചില സമയത്ത് രംഗത്ത് വന്നിരുന്നു. കുറച്ച് നാളുകളായി പൊതുപരിപാടികളിലും സോഷ്യൽ മീഡിയകളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു നസ്രിയ. ഇത് എന്തിനാണ് എന്നുള്ള തുറന്നു പറച്ചിൽ വളരെ വലിയ രീതിയിലാണ് പ്രേക്ഷകർ കേട്ടിരുന്നത്. വൈകാരികവും വ്യക്തിപരമായിട്ടുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നതിലായിരുന്നു താൻ ഇത്തരത്തിൽ ഒരു മാറി നിൽക്കൽ എന്നായിരുന്നു താരം ഇൻസ്റ്റഗ്രാമിലൂടെ ഒരിക്കൽ കുറിപ്പിൽ പങ്കുവെച്ച് വ്യക്തമാക്കിയത്. ഈ കാലയളവിൽ തനിക്ക് ബന്ധപ്പെടാനാകാതിരുന്നതിനാൽ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നസ്രിയ ക്ഷമ ചോദിച്ചു. കഴിഞ്ഞ നവംബറിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനിയുടെ റിലീസിനും വിജയാഘോഷത്തിനും ശേഷമായിരുന്നു നസ്രിയ പൊതുവേദികളിൽ നിന്ന് മാറി നിന്നത്. പിന്നീട് പങ്കുവെച്ച കുറിപ്പിൽ ആയിരുന്നു താരം തന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് വിശദീകരിച്ചതും. തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല നിമിഷങ്ങളും ഈ കാലയളവിൽ നഷ്ടമായതായി നസ്രിയ കുറിക്കുന്നു. 30ാം പിറന്നാൾ ആഘോഷം, പുതുവത്സരാഘോഷം, സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നും എന്തുകൊണ്ടാണ് മാറി നിന്നതെന്ന് അന്ന് വിശദീകരിക്കാനായില്ല എന്നും താരം കുറിച്ചു. ഫോൺ കോളുകൾ എടുക്കാതിരിക്കുന്നതിലും സന്ദേശങ്ങൾ മറുപടി നൽകാതിരിക്കുന്നതിലും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അതിൽ ഖേദം പ്രകടിപ്പിച്ച നസ്രിയ ജോലി സംബന്ധമായി തന്നെ സമീപിക്കാൻ ശ്രമിച്ചവരോടും മാപ്പ് ചോദിച്ചു. ഇത് എനിക്ക് എളുപ്പമുള്ള സമയമായിരുന്നില്ല, പക്ഷേ താൻ സുഖം പ്രാപിച്ചു വരികയാണ്. ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി തിരിച്ചു വരാൻ കുറച്ചു സമയം കൂടെ വന്നേക്കും, എന്നാൽ താൻ വീണ്ടെടുക്കലിന്റെ പാതയിലാണ്. ഇതായിരുന്നു നസ്രിയ എന്ന് കുറിച്ചത്. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന തോന്നലിലാണ് താൻ ഇപ്പോൾ ഇത്തരമൊരു കുറിപ്പ് പങ്കുവച്ചത് എന്നുള്ളതായിരുന്നു താരത്തിന്റെ അന്നത്തെ വിശദീകരണം. അതേസമയം സൂക്ഷ്മദർശിനി സമയത്ത് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു നസ്രിയ എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നസ്രിയയും ഫഹദും തമ്മിൽ പിരിഞ്ഞു എന്ന കാര്യത്തിൽ വളരെ വലിയൊരു സംശയം നിലനിൽക്കുകയാണ്. ഒരിക്കൽ ഈ സൂക്ഷ്മദർശിനി സമയത്ത് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ, അതായത് പ്രശസ്ത അവതാരകയായിട്ടുള്ള പേളി മാണിയുടെ യൂട്യൂബ് ചാനലിൽ നസ്രിയ പങ്കെടുത്ത അഭിമുഖം, അത് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ അഭിമുഖത്തിൽ നസ്രിയ സംസാരിച്ച രീതിയും അവരുടെ മറുപടികളും സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകളായിരുന്നു. പേളി മാണി ചോദിച്ചു, ഒരു സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളത്. അന്ന് ഒരു കോമിക് രീതിയിലാണെങ്കിലും നസ്രിയ പറഞ്ഞത് താൻ തൻ്റെ ജീവിതത്തിലേക്ക് സിനിമയിൽ നിന്ന് എടുത്ത വലിയൊരു ടേക്ക് അവേ ആണ് ഫഹദ് എന്നുള്ളതാണ്. ഈ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലൂടെ തൻ്റെ ഭർത്താവായിട്ട് ഫഹദിനെ സ്വീകരിച്ചില്ലേ എന്ന രീതിയിലൊരു കമൻറ്റ്. അപ്പോൾ അത്തരത്തിൽ വളരെ സന്തോഷത്തോടെയാണ് അവർ കഴിയുന്നത് എന്ന തരത്തിലൊരു പരാമർശം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇപ്പോൾ ഈ റെഡ് ഫ്ലാഗ് എന്നുള്ളൊരു പരാമർശം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതേസമയം ഫഹദിനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നസ്രിയ വലിയ ഗ്യാപ്പുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത്, പ്രൊഫഷണലി നസ്രിയയ്ക്ക് ചില തടസ്സങ്ങൾ ഫഹദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള സംശയങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. 2014 ഫഹദ് ഫാസിലുമായിട്ടുള്ള വിവാഹം നസ്രിയ നടത്തുന്നത്. 2014 ഫഹദ് ഫാസിലുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം നസ്രിയ ഏകദേശം 4 വർഷത്തോളം ബ്രേക്ക് എടുത്തു എന്നുള്ളതാണ്. 2018 കൂടെ എന്നുള്ള ചിത്രത്തിലൂടെയാണ് നസ്രിയ തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പിന്നീട് ഓരോ 2 വർഷത്തെ ഇടവേളകൾ ഇട്ടുകൊണ്ടായിരുന്നു ട്രാൻസ്, അൻറ്റെ, സുന്ദരനഗി, സൂക്ഷ്മദർശിനി പോലുള്ള സിനിമകളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനൊക്കെ ഒരു ഇടവരുത്തിയിരിക്കുകയാണ് ഈ പറയുന്ന നസ്രിയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ നസ്രിയയും ഫഹദും തമ്മിലുള്ള ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ വരാൻ പോകുന്ന നസ്രിയയുടെ സിനിമയെക്കുറിച്ചുള്ള ഒരു പരാമർശമാണോ ഈ സ്റ്റോറിയുടെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്നത്, സ്റ്റോറിയിലൂടെ നസ്രിയ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട്. എന്തായാലും നസ്രിയയുടെ ആ 2 വരി പോസ്റ്റ്, 2 വരി സ്റ്റോറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ പറ്റിയുള്ള ഊഹാപോഹങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.